നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കൊഴിയാള എന്ന് പറയും. നമ്മുടെ സ്ഥലത്ത് ഇതിനെ കൊഴിയാള എന്നാണ് പറയുന്നത്. മറ്റ് സ്ഥലക്കാരെന്നാ പറയുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഇടുക. ഇതിനെ നമുക്ക് ഇത് കറി വെച്ചാൽ കൊച്ചുങ്ങൾ, എനിക്ക് 2 മക്കളേ ഉള്ളൂ, അതായത് മരുമോൾ ഇവിടെ ഇല്ല, മോനും കൊച്ചുമോളുമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കൊഴിയാളയോട് താല്പര്യമില്ല, മീൻ അധികം ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് 2 പേർക്കോട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് കറി വെച്ചാൽ ഇവർ 1-2 കഷ്ണം എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു തട്ടിക്കൂട്ടി അച്ചാർ, അതായത് 1-2 ദിവസം ഉപയോഗിക്കാവുന്ന, അങ്ങ് ലോങ് ലൈഫിലുള്ള അല്ല, നമുക്ക് കുറേ നാൾ ഇരിക്കുന്ന രീതിയിലുള്ള അച്ചാറല്ല ഉദ്ദേശിക്കുന്നത്. 2-3 ദിവസത്തിനകത്ത് അല്ല പുളിശ്ശേരിയോ മോരോ അങ്ങനെയുള്ള കാച്ചുപുളിയോ ഒഴിക്കാൻ വെക്കുകയോ അച്ചാറോ മെഴുക്ക് പുരട്ടിയോ തോരനോ അതിൻ്റെ കൂടെ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഒരു ചെറിയ രീതിയിൽ, അതായത് ഒരു തട്ടിക്കൂട്ടി അച്ചാർ 2 ദിവസത്തേക്കുള്ള, 2-3 ദിവസം, അതിനപ്പുറത്തോട്ട് വെച്ചിരിക്കേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള ഒരു അച്ചാർ. അതായത് നമുക്കിപ്പോഴാ സാമ്പത്തികപരമായിട്ട് ഇപ്പം ഡെയിലി 200-300 രൂപയുടെ മീൻ മേടിക്കുന്നതിൽ ഭേദം ഒരു 50 രൂപ 100 രൂപയുടെ മീൻ മേടിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാവുന്നുണ്ട്. 1-2 ദിവസം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റും. എന്നും ചൊല്ലി സാമ്പത്തിക ഭദ്രത മീൻ കുറയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മീൻ ഇങ്ങനെ കിട്ടുമ്പോൾ ആ രീതിയിൽ നമ്മൾ വിനിയോഗിച്ചാൽ നമുക്ക് നന്നായിരിക്കും. ആട്ടെ, അപ്പോൾ ഞാൻ ഇത് കണ്ടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വരാം. അതിനായി ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കണ്ടേ, മുളക് 2 സൈസ് മുളകുണ്ട്, പിന്നെ മുളകിൻ്റെ തന്നെ ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി ഇത് മറ്റ് ചെയ്യാൻ, അതായത് വറുക്കാൻ വേണ്ടി കൂടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇത് ഉലുവപ്പൊടി. ഇപ്പം മുളക് പൊടി, മുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പച്ചമുളക്, ചുമന്നുള്ളി, വറ്റൽമുളക്, ഇതൊക്കെ നമുക്ക് വറുക്കുന്നതിന് എടുക്കാൻ വേണ്ടിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, എണ്ണ, നമ്മൾ കട്ടക്കായമാണ്, അത് ഞാനൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത്, ഉപ്പ്, വിനാഗിരി. അപ്പോൾ ഞാൻ മീൻ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വരാം. ആ മീൻ ഞാൻ വെട്ടി 2 ഉപ്പിട്ട് തേക്കാൻ പോവുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടെ. ഓക്കെ, നമ്മൾ തേക്കട്ടെ. തേച്ച് കഴിയതിന് ശേഷം കട്ട് ചെയ്യാൻ നേരം ഞാൻ കാണിക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനെ വരഞ്ഞ് ചെറുതായിട്ട് ഞുറുക്കുവാണ്. അവിടെ എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയതാണ്. ഇത് ഞാൻ വിനാഗിരി വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വരഞ്ഞ് ചെറുതായിട്ട് ഒരെണ്ണത്തിന് 3ആയിട്ട് കട്ട് ചെയ്യും. ഇതിനെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മഞ്ഞപ്പൊടിയും ഉപ്പും സ്വല്പം മാറി നിൽക്കുമ്പോൾ മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് കുറച്ച് മതിയില്ല, ഒരടപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് ഇവിടെ കുരുമുളക് എല്ലാവർക്കും അലർജിയാണ്, അതുകൊണ്ടാണ് കുരുമുളക് ഉപയോഗിക്കാത്തത്. കൂടുതലും മറ്റേ മുളക് പൊടി ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. സ്വല്പം മുളക് പൊടി.
എനിക്ക് അലർജി ഇല്ല, മോനും കൊച്ചുമോക്കും അലർജിയാണ്. ദേഹം മൊത്തം ചൊറിയും. എൻ്റെ പേര് കുരുമുളക് അധികം ഞാൻ ഉപയോഗിക്കത്തില്ല. ഇത് ഒന്ന് മാറിനേറ്റ് ചെയ്താൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വറുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി മീൻ ഒന്ന് വറുക്കാൻ പോവുകയാണ്. ചട്ടിയടപ്പത്ത് വെച്ച് മീനൊന്ന് വറുക്കാം. അതിനാവശ്യമായ എണ്ണ ഒഴിക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിനി ഒഴിക്കാം. എണ്ണ ചൂടാകട്ടെ. ഹലോ, ഇത് ഞാൻ 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത മീനാണ്. ഇനി ഇത് ഞാൻ അടപ്പത്തോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഓരോന്ന് അത് അടുത്തേക്ക് വറുക്കാം. വീണ്ടും നന്നായി മൂക്കാം. ഒരു വശം മൂത്ത് ഇനി അടുത്ത വശത്തോട്ട് ഞാൻ മറിച്ചിടുകയാണ്. ഒന്നുകൂടെ നോക്കട്ടെ. ഇനി ഇതെല്ലാം നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കാം. ശരി, രണ്ടാമത്തത് മൂത്തിട്ടുണ്ട്. അത് ഞാൻ കോരുവാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ എണ്ണയിൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ടാണെന്ന്, ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, 2 ചുവന്നുള്ളി എല്ലാവരും ഇടുക. അത് മുളപ്പിക്കാൻ മൂക്കട്ടെ. വേറെ എണ്ണയുടെ ആവശ്യമില്ല. ഈ എണ്ണ നമ്മൾ 2 മീനോട്ട് വറുത്തതല്ലേ ഉള്ളൂ. ആവർത്തിച്ച് കൂടുതലായിട്ട് ആവർത്തിച്ച് വേറെ ഇല്ലല്ലോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. മൂക്കട്ടെ, ഒന്നും കൂടെ മൂക്കട്ടെ. അപ്പോഴും മുളക് മൂത്തു. ഇനി ഞാൻ തീ ഒന്ന് കുറയ്ക്കുകയാണ്. കുറയ്ക്കെന്ന് പറഞ്ഞാൽ തീ ഒന്ന് അണയ്ക്കുന്നു തൽക്കാലത്തേക്ക്. കാരണം ഇത് ഇരുമ്പെട്ടി ആയതുകൊണ്ടാണ് തീ അണയ്ക്കുന്നത്. ഈ അണച്ചെടുത്ത് ഇതേ ചൂടിൽ ഞാൻ മസാലകൾ കൊടുക്കുകയാണ്.
ഇപ്പോൾ ഞാനിട്ട് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ഇത്രയാണ് ഇട്ടത്. എനിക്ക് ഇച്ചിരി നീളക്കുറവുള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ തട്ടുമ്പോഴും മുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി പോകുന്നത്. ഇത്രയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് ഈ മീനെ തട്ടിയിട്ട് പയ്യെ ഒന്ന് ഇളക്കാം. പയ്യെ ഒന്ന് ഇളക്കാം. കണ്ടല്ലോ, പയ്യെ ഇളക്കി ഇളക്കി ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു സിമ്മിൽ ഒന്ന് കത്തിച്ചട്ടെ മോളെ. അതായത് വളരെ ചെറിയ ഫ്ലെയിം കൊടുത്ത് ഒന്ന് ചൂടാകാൻ. ഈ കൊടുത്തതിൽ നമുക്ക് എന്തൊക്കെ ചേർക്കണം? ഒരു ശകലം കായം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. കായക്കട്ടയായിരുന്നു. ഒരു ശകലം നമുക്ക് ഇടാം. ഇട്ട് ശകലം കായമിട്ട് പൊടിച്ച് വെച്ച കട്ടക്കായമാണെന്നേ. ഇതാണ് കായപ്പൊടി. ഒന്നും കൂടെ ഇച്ചിരി കൂടെ കായപ്പൊടി. ഇനി നമുക്ക് ശകലം വിനാഗിരി കൂടെ കൊടുക്കാം. നമ്മുടെ ഈ പിക്കിളിന് ചാറില്ല, ചാറധികമില്ല. മീൻ മാത്രം എടുത്ത് കഴിച്ചോണം. ഇച്ചിരി ഗ്രേവിയേ ഉള്ളൂ. ഇത് 2 ദിവസം 3 ദിവസത്തേക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പം 2 ദിവസത്തെ ആകുമ്പോൾ ഇതങ്ങ് തീരും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൻ്റെ ആവശ്യമേ. നമ്മൾ മീൻ വറുത്തപ്പോഴ ഉപ്പിട്ടാണ് മീൻ വറുത്തത്. ഗ്രേവിയിൽ അത് ഉപ്പില്ല. ഇവിടെ ഗ്രേവിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. എങ്കിലും ശകല പരലുപ്പ് പൊടിച്ചത് കൂടെ ഇതിൽ ചേർക്കുന്നു. എല്ലാം കൂടെ ചേർന്ന് പിടിക്കട്ടെ. ഇതാണ് ഇന്നത്തെ എൻ്റെ തട്ടിക്കൂട്ടച്ചാർ, തട്ടിക്കൂട്ട് മീനച്ചാർ. ഇത് 2 ദിവസത്തേക്ക് 3 ദിവസം ഇരിക്കും. ഇത് പറയുന്നെങ്കിൽ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. എങ്കിലും നമ്മൾ സാധാ ചെയ്യുന്ന കണക്കല്ല, പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ചമ്മന്തിയുടെ ഇതും ഒരു പുളിശ്ശേരിയോ കൊടുത്ത് വിട്ടാൽ അത് മതി. നമുക്കാണെങ്കിലും പെട്ടെന്ന് കറിക്കൊന്നും കിട്ടിയില്ല എങ്കിൽ ഒരു മോര് കാച്ചിയോ ഒരു സാമ്പാറിനോ അത്യാവശ്യമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോഴത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ മോക്ക് കൊടുത്ത് നോക്കട്ടെ. മോളാണല്ലോ ടേസ്റ്റർ. മോള് നോക്കി പറയും. നമ്മുടെ സ്പൂൺ സൂപ്പർ. അങ്ങനെയുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ശരി. അപ്പോഴ് ഇന്നത്തെ എൻ്റെ അച്ചാർ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ നിങ്ങളും മീൻ കിട്ടുമ്പോഴാണ്, കൊഴിയാളയോ മത്തിയോ എന്തെങ്കിലും കൂടുതൽ കിട്ടുമ്പോഴാണ്. അപ്പോൾ കൂടുതൽ കിട്ടുമ്പോൾ എല്ലാം കറി വെക്കേണ്ട കാര്യമില്ല. കുറച്ചെടുത്ത് ഇതേപോലെ ചെയ്ത് കഴിയാമെങ്കിൽ പിറ്റേന്നത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് നമുക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക. കമൻസ് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുകയുള്ളൂ. ഗോഡ് ബ്ലെസ് യു.